കോടതിയിൽ ഹാജരാക്കേണ്ട അവനെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നെ? ആ അത് ശരി. അപ്പൊ അവൻ നിങ്ങളുടെ കസ്റ്റഡിയിലില്ലേ? എവിടെ പോയി? കുറച്ചു നാളായിട്ട് ദുഷ്ടശക്തികളുമായിട്ടാണല്ലോ കൂട്ട്. വെറുതെ ഉടക്കാൻ നിൽക്കരുത്. നിങ്ങൾ സന്ദീപിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് സന്ദീപ് എവിടെ ഉണ്ടെന്ന് പറയുന്ന നിനക്ക് നല്ലത്. അവനെ കാണാതായിട്ട് 2 ദിവസമായി. അതിന് പിന്നിൽ നീയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയൊരു അക്ഷരം വേണ്ടി പോകരുത്. കാര്യമായിട്ട് അനിയനും ഞാനും തമ്മിൽ ശത്രുക്കളാ. നിങ്ങളാ അവനെ ഞങ്ങളീ അകറ്റിയത്. ശത്രുപക്ഷത്താണെങ്കിലും ഞങ്ങൾ ഒരേ ചോരയാ. അവനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അങ്ങ് വരും ഞാൻ. വലിച്ചു പുറത്തിട്ട് തുണ്ടം തുണ്ടായിട്ട് വെട്ടി നുറുക്കും ഞാൻ. സ്വന്തം അനിയന് വേണ്ടി ആവുമ്പോ സച്ചി വെറുമാക്ക് പറയില്ല, മനസ്സിലായോ? എന്താടാ നീ മാഡത്തിനെ ഭീഷണിപ്പെടുത്തോണോ? മര്യാദക്ക് ഇവരെയും വിളിച്ചോണ്ട് പൊക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പോ ഇവര് വാങ്ങിക്കും. സച്ചിടാ അവര് പോട്ടെ, നീങ്ങൊന്നേ. നിങ്ങൾ ഇവന്റെ വാങ്ങിച്ചോട്ടെ, വേഗം സ്ഥലം വിട്ടെ. മാഡം ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്ക് പോവാം. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. നീ നേരത്തെ ഇങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് അത്രയും സമാധാനമുണ്ട്. ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ പോയിരുന്നു. നാളെയല്ലേ കേസിന്റെ അന്തിമവാദം തുടങ്ങുന്നേ. അവൻ നമുക്കെതിരെ സാക്ഷി പറയാൻ പോവല്ലേ? എന്നെ നോക്കണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കുടുംബത്തിനും ഇല്ലാത്ത ഒരു ബന്ധവും എനിക്കും അവനുമായിട്ട് വേണ്ട. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ ജീവിക്കാനും ഒരു കുഞ്ഞിനെ വളർത്താനും ഒരു പുരുഷന്റെ തണൽ ആവശ്യമില്ല. സേതുവേട്ടൻ രക്തത്തിൽ ഇങ്ങനൊരു മോൻ ജനിച്ചെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരുത്തൻ രാപകല കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ വേറൊരുത്തൻ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ശത്രുവിന്റെ കൂടെ കോടാലിയായിട്ട് മാറുന്നു. മോനെ, എടാ അവൻ നമ്മുടെ കുടുംബം വെട്ടിക്കറി നശിപ്പിക്കോടാ. സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയുമില്ല. അപ്പോ അവൻ നമുക്കെതിരെ സാക്ഷി പറയുമല്ലേ? അറിയില്ല, അവൻ ഈ സിറ്റിയിൽ ഇല്ലെന്നാ തോന്നുന്നേ. അതാര് പറഞ്ഞു? അല്ല, അവൻ പിന്നെ എവിടെ പോയി? അവൻ ഇവിടെ ഇല്ലെന്ന് നിന്നോടാര് പറഞ്ഞു? അവൻ പുറത്തവിടെ പോയെന്ന് ആരോ പറയുന്നു കേട്ടു. കൂടുതലൊന്നും എനിക്കറിയില്ല. ഏട്ടാ, അതൊന്നും നമ്മൾ വിശ്വസിക്കണ്ട. അവൻ വരികയും ചെയ്യും, പറഞ്ഞ പോലെ നമ്മളെ ചതിക്കുകയും ചെയ്യും. അവനിവിടെ ഇല്ലാന്നൊക്കെ പറയുന്നതേ അവരുടെ ഒരു തന്ത്രം മാത്രം. എന്താ സച്ചി, മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. സന്ദീപിന്റെ കാര്യം ഓർത്തിട്ടാണോ? സന്ദീപ് കോടതിയിൽ എന്തു പറഞ്ഞാലും അതൊക്കെ പൊളിച്ചെടുക്കാനുള്ള രേഖകൾ നമ്മുടെ കയ്യിലില്ലേ? ഇനി എന്തിനാ പേടിക്കുന്നേ? അതല്ല വക്കീലേ, സന്ദീപ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? കുറച്ചു ദിവസങ്ങളായിട്ട് അവനെ കാണാനില്ല. കാണാനില്ലേ? അവൻ പിന്നെ എവിടെ പോയി? അതൊന്നും എനിക്കറിയില്ല. ആ മൂർത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് പരാതി കൊടുത്തിട്ടുണ്ട്. ആരെ കാര്യം സച്ചോട് പറഞ്ഞത്? അവന്തിക തന്നെ. അവന്തികയോ? അതെ. അതൊക്കെ മാറ്റാം. ആദ്യം സന്ദീപ് എവിടെയെന്ന് പറ. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട അവനെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നെ? മര്യാദയ്ക്ക് സന്ദീപ് എവിടെ ഉണ്ടെന്ന് പറയുന്ന നിനക്ക് നല്ലത്. അവനെ കാണാതായിട്ട് 2 ദിവസമായി.
സത്യത്തില് അവൻ എന്ത് സംഭവിച്ചെന്നറിയാത്ത ടെൻഷനിലാണ് ഞാൻ. അല്ല, ഇനി ഇതും അവന്തികയുടെ മറിമായായിരിക്കോ? സന്ദീപിനെ അവള് തന്നെ ഒളിപ്പിച്ചതാണെങ്കിലോ? അതിനൊരിക്കലും വഴിയില്ല. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അവന്തിക ഇന്ന് അവനെ കോടതിയിൽ ഹാജരാക്കും. വക്കീല് പറയുന്ന പോലൊന്നും അല്ല. അവനെന്തെങ്കിലും അപകടം പറ്റുമെന്ന് എന്റെ സംശയം. സന്ദീപിനെ ചിലപ്പോ അപകടപ്പെടുത്തിയത് അവന്തിക തന്നെ ആയിരിക്കും. എന്നിട്ട് അവര് എന്റെ മുമ്പിൽ നാടകം കളിച്ചതായിരിക്കും. എന്റെ അനിയൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടല് വക്കീലെ. അവന്തിക തന്നെയാണ് സന്ദീപിനെ ഒളിപ്പിച്ചതെങ്കിൽ തീർച്ചയായും അവരിന്ന് കോടതിയിൽ അവനെ ഹാജരാക്കിയിരിക്കും. ഇനി അതല്ല, യഥാർത്ഥത്തില് സന്ദീപ് ഇന്ന് വന്നില്ലെങ്കിൽ സച്ചി പേടിക്കുന്നത് പോലെ സന്ദീപിന്റെ കാര്യത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ആദ്യം സന്ദീപ് വരുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കാം. എന്തായാലും ഇത്രയും ദിവസം അവന്തികയുടെ അടുത്തായിരുന്നല്ലോ സന്ദീപ്. അപ്പോ അവനെ കാണാതായാലും അവന് എന്ത് സംഭവിച്ചാലും അവന്തിക തന്നെ മറുപടി പറഞ്ഞേ പറ്റൂ.